ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ, അതായത് പ്രോൺസ് വെച്ച് ഒരു സ്പെഷ്യൽ ഡിഷാണ്, അതായത് ചെമ്മീൻകിഴി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമാണ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു സവാള ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട്, അതും ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്. ആദ്യം തന്നെ നമുക്ക് ഈ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കാം. അതായത് അധികം ഡീപ്പായിട്ട് വറുക്കേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. അതിനുശേഷം നമ്മുടെ പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് 2 പുറവും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസിന് അധികം വേവില്ല. പ്രോൺസിൻ്റെ പ്രത്യേകത വേഗം തോറും ഇതിൻ്റെ മാംസം കട്ടിയായിപ്പോവും. അതുകൊണ്ട് നമുക്ക് അധിക നേരം ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയായിരിക്കും. ഏകദേശം ഒരു 4 to 5 മിനിറ്റ്സ് മതിയായിരിക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി. അപ്പം നമുക്ക് 2 പുറവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 2 പുറവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം എണ്ണയിൽ തന്നെ മസാലയും നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുന്നു. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൂടൊന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ മസാല പ്രോൺസിലേക്ക് പിടിക്കത്തക്ക വിധത്തിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മസാല പ്രോൺസ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ശകലം നീര് മതിയായിരിക്കും. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഈ പ്രോൺസും ഈ മസാലയും ഒന്ന് ജസ്റ്റ് ഒരു ആവി കൂടെ കയറ്റിയെടുക്കാം അടച്ചു വെച്ചതിന് ശേഷം.
അപ്പം ഈ മസാല നന്നായിട്ട് ആ പ്രോൺസിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഒരു ആവി കയറ്റി എടുക്കാം. ഒരു 3 to 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയും പ്രോൺസും ഒക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. ഈ ചെമ്മീൻ ഒരു വാഴയിലേക്കകത്ത് നമുക്കിത് കിഴി കെട്ടി ഒരു ഇഡലിക്കുട്ടകത്തിനകത്തോ മറ്റോ വെച്ച് ഒന്നുകൂടെ സ്റ്റീം കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന വാഴയില ചെറിയൊരു പീസ് വാഴയില, അതുകൊണ്ട് ഞാൻ 2 പീസായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നന്നായി വാട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൂടെ തടവി കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് സവാളയും അതുപോലെ തന്നെ തക്കാളിക്കയും വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പ്രോൺസ് മസാല നമുക്ക് കുറേശ്ശായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്രോൺസ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു കറിവേപ്പിലയുടെ തണ്ട്, നല്ലൊരു പച്ച കറിവേപ്പിലയുടെ തണ്ടോടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കിഴി നല്ലതുപോലെ നമുക്കൊന്ന് കെട്ടിവെക്കാം. വാഴയുടെ നാര് വെച്ചോ എന്തെങ്കിലും ഒരു ടോയിൻ വെച്ചോ നമുക്ക് നമ്മുടെ കിഴി നന്നായിട്ട് കെട്ടിയെടുക്കാം. വാഴയില കിഴി കെട്ടുന്ന സമയത്ത് കീറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇത് വാട്ടിയെടുത്തത്. അപ്പം ഇത് നല്ലതായിട്ട് കെയർഫുള്ളായിട്ട് നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ വാഴയുടെ നാര് വെച്ച് നമുക്ക് ഇത് നന്നായിട്ട് കെട്ടിയെടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് സ്റ്റീം കയറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ അടുപ്പിൽ ഒരു സ്റ്റീമർ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ കെട്ടി വെച്ചിരുന്ന കിഴി എടുത്ത് വെക്കാം. എടുത്ത് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 to 6 മിനിറ്റ് നമുക്ക് നല്ലപോലെ ആവിൽ ഇതൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ആവിയായിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ കിഴിയുടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്നുകിൽ തണുത്തതിന് ശേഷമോ അതോ അല്ലെങ്കിൽ ചൂടായിട്ട് തന്നെയോ നിങ്ങൾക്കിത് തുറന്നു നോക്കാവുന്നതാണ്. തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി. നല്ല മണം വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ല കിടിലൻ ചെമ്മീൻ കിഴിയുടെ റെഡി ആയിരിക്കുന്നു. വാഴയിലയുടെയൊക്കെ മണം ഉണ്ടല്ലോ, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ വാഴയിലയുടെ രുചിയും ആ ചെമ്മീൻ്റെ രുചിയിലൂടെ ഒന്നിച്ചുള്ളൊരു കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.